കുംഭമേളയിലേക്ക് പോകണം അല്ലെങ്കിൽ കുംഭമേളയെക്കുറിച്ച് ആലോചിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയിൽ വരുന്ന ഏറ്റവും വലിയൊരു സംശയം അവിടെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ താമസിക്കും, എങ്ങനെ ഭക്ഷണം കഴിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ആ താമസിക്കുന്നതിനെ കുറിച്ചിട്ട് വളരെ ഒരു രസകരമായ കാര്യം എന്ന് പറയുമ്പോൾ, ഞാൻ ആദ്യമായി പങ്കെടുക്കുന്ന കുംഭമേള 2001 പ്രയാഗ്രാജ് കുംഭമേളയാണ്. അത് യാദൃശ്യമായിട്ട് അവിടെ എത്തിച്ചേരുകയാണ്. അങ്ങനെ എത്തിച്ചേർന്ന ഒരു രാത്രി ആ കുംഭമേള നഗരിയിലേക്ക് വരുമ്പോൾ ഈ വലിയ രീതിയിൽ ഏകദേശം നമ്മളുടെ ഒരു നഗരം, ഒരു ജില്ലാ നഗരത്തിൻ്റെ അത്രയും ഒരു 15-20 കിലോമീറ്റർ ചുറ്റളവിൽ വളരെ വിസ്താരമായിട്ടുള്ളൊരു മണപ്പുറത്താണ് ഈ ഒരു ടെൻറ്റ് സിറ്റി, താൽക്കാലികമായിട്ടുള്ളൊരു ടെൻറ്റ് സിറ്റി, ഒരു നഗരം പുതുതായിട്ട് ഉണ്ടാക്കുന്നത് പോലുള്ള ടെൻറ്റ് സിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ മുഴുവൻ വെളിച്ചത്തിൽ കുളിച്ച് നിൽക്കുന്ന ഈ ടെൻറ്റ് സിറ്റിയിലേക്കാണ് രാത്രി വന്ന് കയറുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കയറുന്നു. നമുക്ക് പല ആശ്രമങ്ങളിലും അവിടെ എല്ലാവരെയും വിളിച്ചും അല്ലെങ്കിൽ നമ്മൾ കയറി ചെല്ലുന്നവർക്കും ഭക്ഷണം, അവിടെ അന്നദാനം വളരെ ഇതായിട്ട് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഭക്ഷണത്തിന് യാതൊരു ബുദ്ധിമുട്ടും അവിടെ ഇല്ല. പല ആശ്രമങ്ങളിൽ നിന്നും മറ്റുള്ള രീതിയിലും സംഘടനകളും ഒക്കെ ഭക്ഷണം തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ, ചില സ്ഥലത്ത് പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്, ചില സ്ഥലത്ത് കലാപ്രകടനങ്ങൾ നടക്കുന്നുണ്ട്, ചില സ്ഥലത്ത് യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്. എന്താണ് കുംഭമേള, എന്താണ് അവിടെ നടക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറേ നടന്നു കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് കുറേ ആളുകൾ അവിടെ ചെന്ന്, അന്ന് 5 രൂപയ്ക്കായിരുന്നു ഒരു വൈക്കോൽ, 2 കെട്ട് വൈക്കോലും കുറച്ച് ചാണകവരളിയും വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര് ക്യൂ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട്. അതെന്തിനാണെന്ന് നോക്കുമ്പോൾ ഇവർ ചെന്ന് ഈ ഗംഗാതീരത്ത് വൈക്കോൽ വിരിച്ച് തണുപ്പകറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ ചാണക വരളി കത്തിച്ചുകൊണ്ട് ആ വൈക്കോലിൽ ഒരു ഷീറ്റ് വിരിച്ച് കിടക്കുകയാണ്.